ചെടിയിൽ നിന്ന് മാങ്ങയൊന്ന് പഴുപ്പിച്ചെടുക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തായാലും അത് അവസാനം സാധിച്ചു. കുരങ്ങൻ പറിച്ചുകൊണ്ട് പോകുന്ന നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും അവരൊന്നും കൈവച്ചില്ല, കണ്ടില്ലെന്ന് തോന്നുന്നു. ചെടിക്കിടയിലായിരുന്നല്ലോ. എന്തായാലും വേറെ രണ്ട് മൂന്നെണ്ണമൊക്കെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ആദ്യമായിട്ട് പഴുത് കിട്ടിയ ഞങ്ങളുടെ മാങ്ങ. അന്ന് ഞാനൊരു മാങ്ങയുടെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും കുറെ പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏത് വെറൈറ്റി ആണ് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെ ഇന്ന് ഈ മാങ്ങ പറിക്കുന്നതും കൂടെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇതിനിപ്പോ നമ്മൾ സീഡ് നട്ടിട്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മാവ് നട്ടെടുത്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇവിടെ ഏത് മാവായാലും സീഡ് തന്നെയാണ്, ബഡ് ചെയ്തതോ ഒന്നുമല്ല ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കാലാവസ്ഥയുടേതും മണ്ണിൻ്റെതും ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനത് വേറെ ഒന്ന് രണ്ട് മാവും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇതിപ്പോ ഇത്ര എണ്ണ പറിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി ഇനി കുറച്ചുകൂടെ ഒക്കെ നിൽക്കുന്നുണ്ട്. അല്ലെ എനിക്കറിയില്ല, വിളഞ്ഞത് ഒന്ന് രണ്ടെണ്ണം കൂടെ ഒക്കെ കാണണം. അതും കൂടെ പറിച്ചെടുത്തേക്ക്. അപ്പൊ അത് കഴിഞ്ഞ് ഇവിടത്തെ മാത്രമല്ല, ഇതിലെ മൊത്തം നമ്മൾ പറിച്ചെടുത്തായിരുന്നു. ഇനി ഒരു 4-5 മാങ്ങയുടെ ഒക്കെ അത്രേ ഉള്ളൂ. അതും കുഞ്ഞു മാങ്ങകളൊക്കെ ഉള്ളൂ. പിന്നെ അതാണ്ട് ഈ നീല മാവുണ്ട്, അത് നമ്മുടെതല്ല, അപ്പുറത്തെ വീട്ടിലതാണ്. അത് ഇതുപോലെ സീഡ് നട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അതും കുറച്ചധികം പ്രായമുള്ളൊരു മരമാണ്. പക്ഷെ അതിനും അധികം ഹൈറ്റ് ഒന്നും ഇല്ല. ഇവിടെ പിന്നെ മഴ കുറവാണ്. മഴ കുറവായത് ഒന്നാമത്തെ പ്രശ്നമാണ്. പിന്നെ മണ്ണ് നല്ലൊരു ക്ലേ ടൈപ്പ് മണ്ണാണ്. ആ ഒരു ക്ലേ ടൈപ്പ് വരുന്നത് കാരണം അധികം വേര് ഓടുന്നില്ല, മരത്തിനൊന്നും വേര് അധികം ഓടുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതെല്ലാം എപ്പോഴും ഒരു ബോൺസായി പോലെ കുഞ്ഞു മരമായിട്ട് നിൽക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ വേറെ ഒന്ന് രണ്ട് മരവും കൂടെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ഇവിടെ കോമൺ ആയിട്ട് കാണുന്ന വേറൊരു ടൈപ്പ് മാവാണ്. ഇത് ഇതിന്റെ സൈസ് ആണെങ്കിൽ നമ്മളെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കത്തില്ലേ നാട്ടിലെ, ആ ഒരു മാങ്ങയുടെ സൈസാണ്. പക്ഷെ അതുപോലെയല്ല, പുളി മാത്രമല്ല, ഇതിന് നല്ല മധുരമാണ്, പുളിയും ഉണ്ട്. ആ ഒരു ടൈപ്പാണിത്. ഇതുപോലെ തന്നെയാണ്, കൊല കുത്തി തന്നെയാണ് പിടിക്കുന്നത്. നമുക്ക് തന്നെ കാണാൻ പറ്റും. ആ ഒരു മതിലിന്റെ ശക്കലം കൂടിയേ ഹൈറ്റ് ഉള്ളൂ. പക്ഷെ ഇങ്ങനെ പടർന്നാണ് നിൽക്കുന്നത്. അതിവിടെ എല്ലാ മരങ്ങളും ഇതുപോലെ തന്നെയാണ്. മാതളമായാലും നാരങ്ങ, ഓറഞ്ച്, മുന്തിരി ഏതെടുത്താലും ഇതുപോലെ തന്നെയാണ്. ഈ മാതളത്തിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇത് തന്നെ സീഡ് വീണിട്ട് പുറത്ത് നിൽക്കുന്ന സാധനമാണ്. പുറത്തെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലാറ്റിന് ആരും നട്ടുപിടിപ്പിച്ചതോ ഒരാളുടെ സ്വകാര്യമായിട്ടുള്ളതോ ഒന്നുമല്ല. ഇതിന് അതുകൊണ്ട് തന്നെ ഇതിനൊരു വളമോ ഒന്നും കിട്ടുന്നേ ഇല്ല. വർഷത്തിലൊരിക്കൽ കിട്ടുന്ന ഒരു മഴയുണ്ടല്ലോ, ആ ഒരു മഴ മാത്രമാണ് ഇതിന്റെ ഏക ഇത്. അതിൽ നിന്ന് തന്നെയാണ് ഇത് ഇത്രയും ഇങ്ങനെ പിടിച്ചു കിടക്കുന്നത്. അത് ഞാൻ ഓരോ ഫ്രൂട്ടിന്റെ സീസൺ ആകുമ്പോഴത്തേക്ക് അത് ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് കാണിച്ചു തരാം. അത് കണ്ടാലേ നമുക്ക് മനസ്സിലാവും. എന്തായാലും നമ്മൾ വന്ന സമയത്ത് കിട്ടിയപ്പോൾ കുറേയൊക്കെ വിളഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. നമ്മളും കുറേയൊക്കെ പറിച്ചിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലുമൊക്കെ തന്നെ പറിച്ചുകൊണ്ട് പോകണം. ആരാണ് കാണുന്നവരെല്ലാം പറിക്കാറുണ്ട്. ഇവിടെ എല്ലാവരും വന്ന് എടുക്കുന്നത് തന്നെയാണിത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള പറിച്ച്. പിന്നെ അതേപോലെ തന്നെയാണ് ഈ ലില്ലി പില്ലി, അതും നല്ലതുപോലെ പിടിച്ചെടുപ്പുണ്ട്. പിന്നെ ഈ ലില്ലി പില്ലിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇത് ഗേറ്റിന്റെ അവിടെ തൊട്ട് ഫ്ലാറ്റിന്റെ ഉള്ളിലോട്ട് വരെ ഈ കാറ് പോകാനായിട്ടുള്ള ഒരു പാസേജ് ഉണ്ടല്ലോ, അതിന്റെ രണ്ട് സൈഡിലായിട്ട് അവർ ഷോയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഗാർഡൻ സെറ്റ് ചെയ്തപ്പോഴത്തേക്കും വെച്ചിരുന്ന സാധനമാണ്. പക്ഷേ ഇത് നല്ലതുപോലെ കായ്ച്ച് ഇങ്ങനെ റോഡിലോട്ടും വീണ് കിടപ്പുണ്ട്. കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് അത് കാണാനായിട്ട്. പിങ്ക് കളറിൽ ഇങ്ങനെ ചാമ്പയ്ക്കയുടെ പൂവ് ഇങ്ങനെ ചൊരിഞ്ഞ് കിടക്കത്തില്ലേ, അതേപോലെ. ഇത് നമ്മളെല്ലാം പറിച്ച് കഴിക്കാറുമുണ്ട്. കുരങ്ങൻ വരാറുണ്ട്, പിന്നെ കിളികളെല്ലാം വരും. നല്ല രസമാണ്. കിളികൾ രാവിലെയൊക്കെ വന്ന് ഇതിന്റെ ചുറ്റും ഇരുന്നിട്ട് നല്ല സൗണ്ടൊക്കെയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഓരോരോ ഫ്രൂട്ടുകൾ ഇവിടെ. പിന്നെ എന്തായാലും നമ്മൾ മെനക്കെട്ട് വന്ന സ്ഥിതിക്ക് നമുക്ക് കിട്ടിയതെല്ലാം നമ്മൾ പറിച്ചെടുത്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. ആറ്റിക്കളഞ്ഞാലും അളന്ന് കളയണമെന്നും പറഞ്ഞ് ജെനി അവിടെ നിന്ന് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സൗത്ത് ആഫ്രിക്കയിലെ പഴച്ചെടികളുടെ വിശേഷങ്ങൾ.